അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറും. അല്ല, അദ്ദേഹത്തിന്റെ നിലപാടിനോട് വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കാരണം തീരുമാനമാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്ത് അതിന് തയ്യാറായില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് പുഷ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമായ മറ്റൊരു കാരണമാണ്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു വലിയ വരുന്ന ഒരു പുരുഷന് എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പിന്നിൽ എന്തോ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്നൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കാരണം രണ്ടുപേരും മനുഷ്യരല്ലേ, ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ട് കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ശ്രീ അഖിൽ മാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത്. ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് പരാതിപ്പെടാത്തിടത്തോളം കാലമാണ്. ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ മാധ്യമ പ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള, മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? ഉത്തരം പറ. ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി. നമ്മുടെ കേരളത്തിലൊരു മന്ത്രി പീഡന പരാതിക്ക് തുടർന്ന് ആദ്യം കുറച്ചു നാൾ മാറ്റി നിർത്തുകയും അയാളെ വീണ്ടും പിടിച്ച് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരെ മാറ്റി നിർത്തിയെന്നാ ഈ പറയുന്നത്? നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എല്ലാം ഇങ്ങനെ ഏറെ നിൽക്കുകയാണ്. ഈ ഏറെ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഇപ്പൊ ഈ ഇത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും മലയാള സിനിമയിൽ 10,000-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. പിന്നെ നാണക്കെടുത്തി ഇത് ആര്? ഈ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും? അതാ ഞാൻ പറഞ്ഞത്. എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡന കേസിൽ പുറത്തു വന്നേക്കുന്നു. ഈ സോക്രട്ടീസിനെ പറ്റി എന്തൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ടോൾസ്റ്റോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കിടന്നു കൊടുത്തിട്ടുവാണെന്ന് ഞാൻ ഇവിടുന്നുണ്ട് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും? ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എത്രയോ കേസുകൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു, എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു, എത്രയോ കേസുകൾ വ്യവസായികൾക്കെതിരെ വന്നേക്കുന്നു. ആരെയും കുറച്ചു മുമ്പ് പറഞ്ഞു വെച്ച സമയത്ത് പറഞ്ഞു, ഇപ്പൊ ഒരു പെൺകുട്ടിക്കെതിരെ സോളിഡ് തെളിവുകൾ. എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ സോളിഡ് തെളിവുകൾ കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് കേസാണ് അങ്ങനെ എടുത്തിട്ടേക്കുന്നത്? ഏത് പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു സോളിഡ് തെളിവ് കൊണ്ട് പോകാൻ പറ്റുന്നത്? പക്ഷേ ഈ സോളിഡ് തെളിവില്ലായ്മയും വെച്ചുകൊണ്ട് വെറും ഉന്നയിക്കപ്പെടുന്ന വാക്കുകളാൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോ അവർക്കാണ് പവർ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പഴയ ആൾക്കാർക്ക് പവർ ഇല്ല. ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ളു കൊടുക്കുന്നുണ്ട് പുതു തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ. 100% ഞാൻ യോജിക്കുന്നു. ഈ അസമത്വത്തിനെതിരെയും അല്ലെങ്കിൽ ഈ ചൂഷണത്തിനെതിരെയും ഒക്കെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. സമത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ സമസ്ത മേഖലയിലും ഒരിക്കലും സമത്വം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ്. ലോകത്തൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. സമത്വത്തിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തുല്യരാവണം. അതൊരിക്കലും പറ്റത്തില്ല. ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. നിയമത്തിന്റെ മുന്നിലും നീതിക്കും വേണ്ടി മാത്രമേ നമുക്ക് തുല്യത പാലിക്കാൻ പറ്റൂ.
കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ അമ്മേ